ഹായ്. ഇന്നിപ്പോൾ സ്റ്റിക്ക് വെച്ചുള്ള വർക്കൗട്ടാണ് കാണിക്കുന്നത്. അത് വയറിന് വേണ്ടിയിട്ടുള്ള കേട്ടോ. അപ്പോൾ സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ വർക്കൗട്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ട, ഭയങ്കര എഫക്റ്റുള്ള വർക്കൗട്ടാണ്. ചെയ്ത് നോക്കിയിട്ട് വേണം നിങ്ങൾ പറയാനായിട്ട് കേട്ടോ. ആദ്യം കാണുമ്പോൾ സ്റ്റിക്ക് വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെയും തോന്നണ്ട, നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് പറയുക. അതായത് ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേപോലെ ഒന്ന് സൈഡ് ചെരിഞ്ഞ് നിൽക്കുക കേട്ടോ. എന്നിട്ട് ഒരു കാല് പുറകിലേക്ക് കൊടുക്കുക, സ്റ്റിക്ക് നന്നായിട്ട് മുകളിലേക്ക് നല്ല ബലം കൊടുത്ത് പിടിക്കുക. വളരെ ഇങ്ങനെ ഫ്രീ ആക്കി പിടിക്കാൻ നോക്കണ്ട. നമ്മുടെ കയ്യിൽ എത്രയും വെയിറ്റ് ഇല്ലാത്ത സാധനമാണെങ്കിൽ നമ്മൾ അത്രത്തോളം ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് കാല് നിനക്ക് ഉയർത്തി കൊടുക്കുക, സ്റ്റിക്ക് ഇങ്ങനെ ടച്ച് ചെയ്യട്ടെ കേട്ടോ. ചിലർക്ക് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ടും കൂടെ ഒരുമിച്ച് നടക്കാറില്ല. അപ്പോൾ അതിലൊന്നും കാര്യമില്ല. നമ്മൾ ട്രൈ ചെയ്യുന്നതനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. കാല് നന്നായിട്ട് ബാക്കിലേക്ക് കൊടുക്കുകയും വേണം. നമ്മൾ ഈ പൊക്കുന്ന കാല് നന്നായിട്ട് ബാക്കിലേക്ക് കൊടുക്കുകയും വേണം. എന്നിട്ട് സ്റ്റിക്ക് നമുക്ക് നിങ്ങൾക്ക് ആ ബോഡിയുടെ സ്ട്രക്ചർ കാണാൻ മനസ്സിലാവില്ല, അത്രത്തോളം നല്ല ബാക്ക് ഫാറ്റൊക്കെ നന്നായിട്ട് പോകും കേട്ടോ. ബോഡി നല്ല ഷേപ്പാവും, അതിൽ യാതൊരു സംശയം വേണ്ട. നമ്മൾ ബാക്ക് ഫാറ്റൊക്കെ കുറഞ്ഞിട്ട് ബോഡി നല്ല ഷേപ്പ്. കാരണം പിന്നെ നമ്മുടെ ആ കൈയൊക്കെ പോകുന്നൊരായം നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. നല്ല ആയം കിട്ടും നമ്മൾ ഈ വർക്കൗട്ട് ഉണ്ട്. സ്റ്റിക്ക് വെച്ചേക്കുന്നുണ്ട്, നല്ല ആയം കിട്ടും. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ നിങ്ങൾ. അപ്പോൾ ഇത് തന്നെ സെയിം തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ചെയ്യുന്നൊരു വർക്കൗട്ടുണ്ട്. സെയിം തന്നെ നമ്മൾ വയറിന് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ കൈ ഇങ്ങനെ കോർത്ത് പിടിച്ചിട്ട് സെയിം ഇത് കണക്ക് എന്നിട്ട് ചെയ്യും. അപ്പോൾ ഇതിനെക്കാട്ടിലും കുറേ കൂടെ നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നത് ഉറപ്പായിട്ടും ഈ സ്റ്റിക്ക് വെച്ചുള്ള വർക്കൗട്ടാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരുന്നാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് രണ്ടും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ് കൂടുതൽ എഫക്റ്റ് എന്ന്. കാരണം അത്രത്തോളം നമുക്കൊരു ആയം കിട്ടും, അത്രത്തോളം എഫക്റ്റ് കിട്ടുന്ന വർക്കൗട്ടാണ് കേട്ടോ ഇത്. ഈ വയറിന് വേണ്ടി ചെയ്യുന്ന നമ്മുടെ സ്റ്റിക്ക് വെച്ചുള്ള ഒത്തിരി വർക്കൗട്ടുണ്ട്. ഇത് ഒന്ന് രണ്ടൊന്നും അല്ല, ഒരുപാട് വർക്കൗട്ടുണ്ട്. വയറിനും സൈഡ് ഫാറ്റിനും ബാക്ക് ഫാറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി അധികം വർക്കൗട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഇപ്പോൾ ഒരു 3 കാണിക്കുന്നുള്ളൂ. പോകുന്ന വീഡിയോയിൽ ഞാൻ ബാക്കി എല്ലാം കൂടെ കാണിച്ചത് അവരും കൂടെ ഒരുമിച്ച് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൂടെ നോക്കി പിടിക്കാൻ പാടില്ല. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെരിഞ്ഞ് നിന്നിട്ടുള്ളതാണ് കാണിച്ചത്. നെക്സ്റ്റ് നമ്മൾ നേരെ നിന്നിട്ടാണ് കേട്ടോ. അപ്പോൾ നേരെ നിന്നിട്ടുള്ള വർക്കൗട്ടിൽ സെയിം നമ്മൾ കൈ മുകളിലേക്ക് പിടിക്കുക, കാല് കുറച്ചുകൂടെ അടുപ്പിച്ച് നമ്മൾ വെക്കുക കേട്ടോ. എന്നിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കാല് ഉയർത്തിയിട്ട് ബാക്കിലേക്ക് കൊടുക്കാൻ നോക്കരുത് കേട്ടോ. ഇങ്ങനെ കൊടുക്കാൻ നോക്കരുത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ഉയർത്തി നേരെ ആ സെയിം സ്ഥലത്ത് തന്നെയാണ് വെക്കുന്നത്. ഇത് കണക്ക് കേട്ടോ. നമുക്ക് 2 രീതിയിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു കാല് മാത്രം ഒരു വശം എടുത്തതിന് ശേഷം മറ്റേ കാലം എടുക്കുക, അതല്ലെങ്കിൽ മാറി എടുക്കുക. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാറി എടുക്കുന്നതാണ് നമുക്ക് കൂടുതൽ കംഫർട്ടായിട്ട് തോന്നുക. ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാം നിങ്ങൾക്ക് വൺ സൈഡ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും എടുക്കുമ്പോൾ വൺ സൈഡ് എടുക്കുന്ന എണ്ണ അത്ര തന്നെ അപ്പുറം. ഇപ്പോൾ ഒരു 30 എടുക്കാൻ നോക്കണം കേട്ടോ. മാക്സിമം ഇതൊക്കെ 30 നിങ്ങൾക്ക് ഈസിയായിട്ട് എടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് മാറി എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ കംഫർട്ടാവും. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ മാറിയാണ് എടുക്കാതെ ഇത് കണക്ക്. ഇതാകുമ്പോൾ നിങ്ങൾക്ക് മറ്റേതിനെക്കാട്ടും കുറച്ചുകൂടെ ഒരു കംഫർട്ടായിട്ട് തോന്നും. അപ്പോൾ ഒരു 30 ഫസ്റ്റ് ടൈം ഒക്കെ എടുക്കുന്ന ഒരു 30 മാക്സിമം എടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ 10 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് ബോഡി റിലാക്സ് കൊടുക്കുക. വീണ്ടും 10, അങ്ങനെ 10 ഒരു 3 പ്രാവശ്യം എടുക്കുമ്പോൾ 30 ആവുമല്ലോ. ഈസിയായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റാവുന്നുള്ളൂ. എല്ലാം ഒറ്റയടിക്ക് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർ എടുക്കാൻ നിൽക്കേണ്ട. അപ്പോൾ നിങ്ങൾക്ക് തീരെ പറ്റാണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് മടിയുണ്ടാവും, പറ്റുന്നില്ല എന്ന്. ഒരു 10 എടുക്കുക അങ്ങനെ. പിന്നെ ഇത് എടുക്കുമ്പോൾ സ്റ്റിക്ക് നമ്മളിങ്ങനെ താഴേക്ക് എടുക്കുമ്പോൾ വയർ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. ഒരു സെക്കൻഡ് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സ്റ്റിക്ക് മുകളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ശ്വാസം നേരെയാക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ സ്റ്റിക്ക് താഴേക്ക് നമ്മൾ എടുക്കുമ്പോൾ ടൈറ്റ്. കാരണം നമ്മുടെ ഈ വയറ് കൊഴുപ്പിങ്ങനെ ചാടിക്കിടക്കുന്നതിനെ നമ്മൾ ഒലിപ്പിച്ച് കളയുന്നതല്ലല്ലോ ഇത്. നമ്മൾ ആ തൂങ്ങി വരുന്ന ആ മസിൽസിനെ നമ്മൾ അകത്തേക്ക് ചുരുക്കി കയറ്റാനുള്ള പ്രോസസ്സാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത്തിരി കഷ്ടപ്പെടണം. അപ്പോൾ അത്രയും നമ്മൾ സ്വയം മനസ്സിലാക്കി ചെയ്യണം, അത്രത്തോളം ചാടി കിടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ടൈറ്റാക്കി കൊടുക്കണം. നമ്മൾ ശ്വാസം പിടിച്ചിട്ട് അങ്ങനെ വയറ് മസിൽസ് ഇങ്ങനെ ടൈറ്റാക്കി പിടിച്ചാണ് നമ്മൾ എല്ലാ വർക്കൗട്ടുകളും ചെയ്യുന്നത്. എല്ലാ വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും വയറിലിങ്ങനെ വയറ് നമ്മളൊന്ന് ജസ്റ്റ് ടൈറ്റാക്കി പിടിച്ചിട്ടാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യം. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റിക്ക് താഴേക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് ടൈറ്റാക്കി ശ്വാസം ഒന്ന് പിടിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് സ്റ്റിക്ക് കുറച്ചുകൂടെ ഇങ്ങനെ മുട്ടും കഴിഞ്ഞിടുന്നു കണ്ട ഇത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ചെയ്യേണ്ട. പക്ഷേ എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാതിരിക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്ത് ഉറപ്പായിട്ടും നോക്കണം കേട്ടോ. ഇത്രത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ കാലിൻ്റെ പാദം വരെ നിങ്ങൾക്ക് മുട്ടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വേണ്ട. മുട്ടിൻ്റെ ഇപ്പുറം വരെയെങ്കിലും ഒന്ന് മുട്ടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. പിന്നെ നമ്മളൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട. അങ്ങനെ മാറ്റി വയ്ക്കുന്നതാണ് നമുക്കൊരു കാര്യം നടക്കാത്തത്. അപ്പോൾ ഇത് കണക്ക് ഇങ്ങനെ എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഒരു ജിം ട്രെയിനർ സ്റ്റിക്കിനെ എടുത്ത് ഭയങ്കര കളിയാക്കിയിട്ട് ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കളിയാക്കിയിട്ടൊക്കെ വീഡിയോ ഇടുന്ന ഞാൻ കണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വിദേശ രാജ്യങ്ങളൊക്കെ വളരെ നാൾക്കും വളരെ പണ്ട് തൊട്ട് തന്നെ സ്റ്റിക്ക് യൂസ് ആക്കിയിട്ട് വയറിന് വേണ്ടിയൊക്കെ വളരെ എഫക്റ്റുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്നതാണ്. നമ്മൾ കേരളത്തിൽ അധികം അങ്ങനെ
ചെയ്യുന്നില്ല, ആൾക്കാർക്ക് അറിയില്ല, ആൾക്കാർക്ക് ഇതൊക്കെ എന്താണ്. അപ്പോൾ സ്റ്റിക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കണം. നിലം തുടയ്ക്കുന്നതിൻ്റെ ആ വേസ്റ്റ് കമ്പി നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അതെടുത്ത് വെച്ചിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണാവേ. ഓക്കെ, താങ്ക് യു.